ഹലോ, നമ്മളുടെ സ്റ്റാറ്റസ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യണത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് സ്റ്റാറ്റസ് വെക്കുന്നത്, ഇത് നമ്മുടെ പുതിയ അപ്ഡേഷനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. സൈറ്റ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഹോം പേജിൽ ഇടത് ഭാഗത്ത് 3 ലൈൻ ഉണ്ട്. അതിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ കാണും, അതിൽ ടച്ച് ചെയ്യാം. ഓക്കെ, അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആകും. അതിൽ നമ്മൾക്ക് സ്റ്റാറ്റസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റാറ്റസുകൾ ഉണ്ടാവും അല്ലേ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ വലത് ഭാഗത്തുള്ള ആരോയിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് കാണാൻ സാധിക്കും. പിന്നെ ഇതിലുള്ളത് ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജിലുള്ള നമ്മുടെ സ്പ്രിംഗ് വേൻ്റെ തന്നെ സ്റ്റാറ്റസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ ആവശ്യം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തിട്ട് സ്റ്റാറ്റസ് ആയിട്ട് വയ്ക്കാൻ പറ്റും. നമ്മൾ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ടച്ച് ചെയ്യുന്ന സമയത്ത് ഫയൽ ഡൗൺലോഡഡ് ഓപ്പൺ എന്ന് മുകളിൽ കാണിക്കുന്നുണ്ട് അല്ലേ, അതിൽ ടച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആകും. ഇതിൽ 3 ഡോട്ടായിട്ടൊരു ഷെയർ ബട്ടൺ ഉണ്ടാവുമല്ലോ, അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിലേക്ക് സ്റ്റാറ്റസിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമ്മൾക്ക് ഇത് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, നമ്മളുടെ സൈറ്റിലേക്ക് തന്നെ പോവുക. ഇവിടെ നമുക്ക് ചൂസ് ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഗാലറിയിലേക്ക് പോകും. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക, ഡണ്ണ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ അപ്ലോഡ് എന്നുള്ള ബട്ടൺ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്ക്രീൻഷോട്ട് അവിടെ കൊടുത്തു. ഓക്കെ.